നിറപ്പകിട്ടാർന്ന വേഷമണിഞ്ഞ് വിവിധ വർണ്ണങ്ങളാൽ മുഖത്ത് ചായം പൂശി വേദിയിലെത്തുന്ന ഓട്ടൻതുള്ളൽ ആസ്വാദകരെ ആകർഷിക്കുന്നത് പല വിധത്തിലാണ്. ചെഞ്ചുവപ്പാർന്ന കണ്ണുമായി വേദി നിറഞ്ഞാടുന്നവർ വേഷം കൊണ്ടും രൂപം കൊണ്ടും പ്രകടനം കൊണ്ടും കാഴ്ചക്കാരനെ ഒരുപോലെയാണ് അത്ഭുതപ്പെടുത്താറുള്ളത്. ഓട്ടൻതുള്ളൽ കലാകാരന്മാരുടെ ചുവന്ന കണ്ണുകൾക്ക് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. അരച്ചു കുറുക്കിയെടുത്ത ചായത്തിൽ എണ്ണ ചേർത്ത് ചാലിച്ച് ഇവർ ഒരുങ്ങി തുടങ്ങുകയാണ്. പച്ചയും കറുപ്പും മഞ്ഞയും ചുവപ്പും വെളുപ്പുമായി മുഖത്തിന് ചായങ്ങൾ ചേലുകൂട്ടി. 3 തരം തുള്ളലിൽ നിന്നും ഓട്ടൻ തുള്ളലിനെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് കാണിക്കുന്നത് ഈ മുഖത്തെഴുത്താണ്. ആ മുഖത്തെഴുത്ത് പച്ചയായിട്ട് ഉപയോഗിക്കുന്ന കളറ് സത്യത്തിൽ അതൊരു മനയോല എന്ന് പറയുന്ന മഞ്ഞ കല്ലാണ്. അത് നന്നായി പൊടിച്ച് അതിനകത്ത് കട്ടനീലം എന്ന് പറയുന്ന തുണി മുക്കാൻ ഉപയോഗിക്കുന്ന നീലം, ആ നീലം ചേർത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിനൊരു പച്ച കളർ തെളിഞ്ഞു വരും. അതാണ് ഈ കാണുന്ന പച്ച എഴുത്ത്. പിന്നെ മുഖത്തുള്ള വെള്ള വളയം പിടിക്കുന്നത് പണ്ട് കാലത്ത് അരിമാവായിരുന്നു. ഇപ്പോൾ ഒക്കെ അതിൽ നിന്ന് മാറി ഇപ്പോൾ സിങ്ക് വൈറ്റ് എന്ന് പറയുന്ന ആണ് ഉപയോഗിക്കുന്നത്. സിങ്ക് വൈറ്റ് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് തേക്കുന്നു. ഈ നമ്മൾ ആദ്യം അരയ്ക്കുന്ന മനയോലയിലത്തെ ആ മഞ്ഞ തന്നെയാണ് കുറി തൊടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞ. പിന്നെ നമ്മൾ കൺമഷി ഉപയോഗിക്കുന്നത് വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓട് വെച്ച് പരമ്പരാഗത രീതിയിൽ നമ്മൾ കൺമഷി ഉണ്ടാക്കും. കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്നതാണ്. പിന്നെ ചുവപ്പ് എന്ന് പറയുന്നത് ചെഞ്ചില്ലം എന്ന് പറഞ്ഞ സാധനം, ചെഞ്ചില്ലം ചാലിച്ചിട്ട് ചുവപ്പ്. കരിമഷി നീട്ടിവരച്ച കണ്ണുകളിൽ തൊണ്ടിപ്പഴത്തിന്റെ ചോപ്പ് പടർന്നു. ഇത്തിരി കുഞ്ഞൻ ചുണ്ടപ്പൂവ് കണ്ണിനെ കുളിർപ്പിച്ച് ഏഴരകേകി. കണ്ണ് ചോപ്പിക്കുന്നത് ചുണ്ടപ്പൂവ് എന്ന് പറയുന്ന ചുണ്ടപ്പൂവിൻ്റെ ചുണ്ട എന്ന് പറയുന്ന അതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ ആ കായയാവാൻ ഉണ്ടാകുന്ന ഒരു വിത്തുണ്ട് ചെറുത്. അത് കയ്യിലിട്ട് തിരുമ്മി നല്ല കറുപ്പ് കളറായി ഉണക്കി അത് നമ്മൾ നെയ്യിലിട്ട് വെച്ചാൽ കാലങ്ങളോളം കേടുവരാതിരിക്കും. എന്നിട്ട് നെയ്യിലിട്ട് വെക്കും. എന്നിട്ട് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒരെണ്ണം എടുത്ത് വെള്ളത്തിലൊന്ന് ചാലിച്ച് കണ്ണിലിടും. അപ്പോഴാണ് ഈ 2 കണ്ണിലും മാറി ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് ചുവന്ന് വരുന്നത്. അങ്ങനെയാണ്. ചുണ്ടപ്പൂക്കളാൽ കണ്ണ് ചോപ്പിച്ച് ചായക്കൂട്ടുകൊണ്ട് മുഖത്തെഴുതി ദാ ഇവരൊക്കെ വേദിയിലേക്ക് കയറുകയാണ്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.